എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പാരായണം നമുക്ക് ആരംഭിക്കാം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമ്യ കുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് നമ്മൾ വായിക്കുന്ന ഭാഗം ഭരതന്റെ വനയാത്ര മുതൽ അയോധ്യാകാന്ഡം സമാപ്തം വരെയാണ്. അപ്പൊ ഇനി ഓരോ ഘട്ടങ്ങള്, ജീവിതത്തിന്റെ ഘട്ടങ്ങൾ പോലെ ഓരോ ഘട്ടങ്ങളിലേക്ക് ഇനി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീമതി സതി നാരായണൻ, ശ്രീമതി വത്സലകുമാരി അമ്മ, രണ്ടുപേരെയും പിന്നെ ഇന്നിവിടെ കൂടിയിട്ടുള്ള എല്ലാവരെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ പാരായണ വേളയിലേക്ക്. ഹരി ഓം. ഹരി ഓം. ഹരി ശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ഭരതന്റെ വനയാത്ര. ചിത്തേ നിനക്കിതു തോന്നിയത് അത്ഭുതമൊത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരമാദിത്യദേവനുദിച്ചു. ഭരതനും ശത്രുഘ്നനോടു കൂടെ പുറപ്പെട്ടിതു തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും. സത്വരം രാമനെ കാൺമാൻ നടന്നിതു ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും. രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാൺമാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാകം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗിവേരാഖ്യപുരം ഗമിച്ചുട്ടുടൻ ഗംഗാതടേ ചെന്നിരുന്നു പെരുമ്പട. കേകയപുത്രി സുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹൻ തഥാ. ശങ്കിതമാനസനായി വന്നു തന്നെ കിങ്കരന്മാരോടു ചൊന്നാനതു നേരം. ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും. ഞാൻ അങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടു വൈകിടാതെ.
അന്തികെ ചെന്നു വന്നിച്ചാൽ അവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനി നിർണയം. ശുദ്ധരം നാകിൽ കടത്തുകയും വേണം, പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. യുദ്ധം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ക്ഷീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം. ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം. മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്ത പ്രണാമവും ചെയ്തു ഭരതനുമന്നേരം. ഉത്ഥാപ്യാഘാടമാലിംഗ്യ രഘുനാഥ ഭക്തം വയസ്യമനാമയവാക്യവും ഉക്താഗുഹനോട് പിന്നെയും ചൊല്ലിനാൻ. ഉത്തമ പുരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ ലോകാലംബന ഭൂതനാകിയ രാഘവൻ. ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കുമതോർക്ക നീ. ധന്യനാകും നിതു നീ ഭുവനത്തിങ്കലിന്നതിലൊരു സംശയം മത്സകേ. സോദരനോടും ജനകാത്മജയോടുമേതൊരിടത്തു നിന്നമ്പോടു കണ്ടിതു രാമനെ നീ. യവനന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്നു ചൊന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ ഇവിടം മുതാ കാട്ടിത്തരികയെന്നു കേട്ടു ഗുഹൻ തഥാ. വാട്ടമില്ലാത്തോരു സന്തോഷചേതസ ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നു തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നീടിനാൻ. എത്ര സുപ്തോ നിശി രാഘവൻ സീതയാ തത്ര ഗപ്താ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രിതം സീതയാ കൊണ്ടൽ വർണ്ണന്തൻ മഹാശയനസ്ഥലം. കണ്ടു ഭരതനും മുക്തബാഷ്പോദകം തൊണ്ട വിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ. ഹാ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധനി സുവർണതൽപസ്ഥലേ കോമളസ്നിഗ്ധ ധവളാംബരസ്തൃതേ. രാമേണ ശേദേ മഹാസുഖം സാഖതം ശേദേ കുശമയ വിഷ്ടരേ നിഷ്ടരേ. ഖേദേന സീതാ മതിയാഗ്രജന്മനാം മദ്ദോഷകാരണാൽ എന്നതു ചിന്തിച്ചു മിദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ. കിൽബിഷകാരിണിയായ കൈകേയി തൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായതി പാപിയാമെന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും. ജന്മസാഫല്യവും വന്നിതനൂജനു നിർമ്മല മാനസൻ ഭാഗ്യവാൻ അത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കു ദാസനായാരൂഢ ഭക്തി പൂണ്ടേഷ ഞാനും സദാ നിത്യവും സേവിച്ചു കൊൾവനെന്നാൽ വരും മർത്യജന്മത്തിൽ ഫലമെന്നു നിർണയം. ചൊല്ലു നീ എന്നോടവിടെ വസതി കൗസല്യ തനയൻ അവിടേക്കു വൈകാതെ ചെന്നു ഞാൻ ഇങ്ങു കൂട്ടിക്കൊണ്ടുപോരുവൻ എന്നതു കേട്ടു ഗുഹനുമുര ചെയ്താൻ. മംഗലാദേവതാ വല്ലഭൻ തങ്കലിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവന്മാരിൽ വച്ചാഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാപദേ. ഗംഗാനദി കടന്നാൽ അടുത്തത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികടെ വസിക്കുന്നിതു സീതയാ തന്നുടെ സോദരനോടും യഥാസുഖം. ഇത്തം ഗുഹോക്തി കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ. തർത്തുമമർത്യ തടിനിയെ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാത്യനീ. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധ നദിയെ കടത്തുവാൻ ഭൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുതം. അജ്ഞസാകൂലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തി നിരത്തിനാൻ. ഊറ്റമായൊരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ
താൻ മുതാ ശത്രുഘ്നെയും ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പ്രത്യീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞ സ്തഭീത്യ കടത്തിയിടിനാനാദരാൽ ഉമ്പർത്തടിനിയെ കുമ്പിട്ടനാകുലം മുമ്പേ കടന്നിതു വമ്പടയും തഥാ ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്രഗോ വൃന്ദപൂർണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവെ ദൂരെ നിർത്തിയിടിനാൻ താനുമനുജനുമായുടജാങ്കണേ സാനന്ദമാവിശ്യ നിന്നോരനന്തരം ഉജ്ജ്വലന്തം മഹാതേജസ താപസം വിജ്വരാത്മാനമാസീനം വിധിസമം ദൃഷ്ട്വാനനാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജ മുനീശ്വരം ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീതൈവ പൂജയാമാസ മുനീന്ദ്രനും ഹൃഷ്ടവാചാ കുശലപ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തഥാ ജടാവൽക്കലധാരിണം തുഷ്ടി കലർന്നരുൾ ചെയ്താതിതന്തടോ കഷ്ടമീക്കോപുപന്നമല്ലൊട്ടുമേ രാജ്യവും പാലിച്ചു നാനാ ജനങ്ങളാൽ പൂജനായൊരു നീ എന്തിനായി ഇങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസമുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയോടുമാ ഹന്ത വനാന്തരെ വന്നതും ചൊല്ലു നീ. ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനുമിത്തം മുനിവരൻ തന്നോട് ചൊല്ലിനാൻ നിന്തിരുവള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനെ എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണ് തപോനിധേ ഞാനേതുമേയൊന്നറിഞ്ഞീല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും കേകയാ പുത്രിയാം അമ്മതൻ വാക്കായ കാകോള വേഗമേ മൂലമതിനുള്ളൂ ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാനതിനി പാദപത്മം പ്രമാണം ദയാനിധേ. ശ്രീരാമചന്ദ്രനു ഭൃത്യനായി തൽപാദവാരിജയുഗ്മം ഭജിക്കന്നിയേ മമ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റമതിനൊഴിഞ്ഞില്ലൊരാകാംക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗരവസിഷ്ഠാദികളോടു കൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജ്യനാം ജ്യേഷ്ഠന് സേവിച്ചു കൊള്ളുവൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമീനം പുണർനീടിനാൻ ചുംബിച്ചു മൂർധനി സന്തോഷിച്ചരുളിനാൻ കിംബഹുനാ വത്സ വൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു മാനസേ ശോകമുണ്ടാകല കേൾക്ക നീ. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്ന ഞാൻ വൻപടയോടുമില്ലോരു സംശയം. ഊണം കഴിഞ്ഞുറങ്ങി പുലർക്കാലെ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ എല്ലാം അരുൾ ചെയ്ത വണ്ണമെനിക്കതിനില്ലോരു വൈമുഖ്യമെന്നു ഭരതനും കാൽ കഴുകി സമാചമ്യ മുനീന്ദ്രനുമേകാഗ്രമാനസനായതീ വിദ്രുതം. ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു കാമസുരഭിയെ തൽക്ഷണേ കാനനം ദേവേന്ദ്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവവനിതമാരായി ലതകളും ഭാവനാ വൈഭവം എത്രയും അത്ഭുതം. ഭക്തഭക്ഷ്യാദിപേയങ്ങൾ ഭോജ്യങ്ങളും ഭക്തിപ്രസാദനം മറ്റും ബഹുവിധം ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്നവ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്നു പണിയുണ്ടനന്തനം കർമ്മണാ ശാസ്ത്രദൃഷ്ടേന വസിഷ്ഠന സമ്മോദമോടു പൂജിച്ചിതു മുമ്പിനാൽ. പശ്ചാസ സൈന്യം ഭരതം സസോദരമിച്ഛാനുരൂപേണ പൂജിച്ചനന്തരം തൃപ്തരായി തത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായ രമരാവതി സന്നിഭേ. ഉത്ഥാനവും ചെയ്തുഷസി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജ പാദങ്ങൾ കൂപ്പിനാർ.
താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതിതന്ദനന്മാരും പുറപ്പെട്ടു ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിതന്തികേ. മിത്രമായൊരു ഗുഹനും സുമന്ത്രരും ശത്രുഘ്നനും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയ മന്ദമാരാഞ്ഞു നാനാ തപോധന മണ്ഡലേ. കാണാഞ്ഞോരോരോര മുനിവരന്മാരോടു താണു തൊഴുതു ചോദിച്ചു മത്യാദരം. കുത്ര വാഴുന്നു രഘൂത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരരുൾ ചെയ്തു ഉത്തരതീരെ സുരസരിതസ്ഥലേ. ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ടത്രയും കൗതുകത്തോടെ ഭരതനും തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നിതത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പഫലദല പൂർണ്ണ വല്ലീതരു ഷഷ്പരമണീയ കാനനമണ്ഡലേ ആമ്രഗദലി ബഹുള പനസങ്ങളാമ്രാതകാർജുന നാഗപുന്നാഗങ്ങൾ കേരഭൂഗങ്ങളും ഗോവിതാരങ്ങളുമേ രണ്ട് ചമ്പകാശോകതലങ്ങളും മാലതീ ജാതി പ്രമുഖലതാവലി ശാലികളായ കമാലസാലങ്ങളും ഭൃങ്കാതി നാനാവിഹംഗനാദങ്ങളും തുങ്കമാതംഗ ഭുജംഗ പ്ലവംഗ കുരങ്കാതി നാനാമൃഗവ്രാതലീലയും ഭംഗ്യാ സമാലോക്യ ദൂരെ ഭരതനം വൃഷാഗ്ര സംലഗ്നവൽക്കലാലംകൃതം പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ. ഭാഗ്യവാനായ ഭരതൻ അതുനേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു സീതാരഘുനാഥ പാതാരവിന്ദങ്ങൾ നൂതനമായതി ശോഭനം പാവനം അങ്കുശാഭ്രധ്വജ വജ്രമത്സാദി കൊണ്ടങ്കിതം മംഗലമാനന്ദമത്തനായി. വീണുരുണ്ടും പിണഞ്ഞും കരഞ്ഞും ദദാ രേണുമതന്മൗലിയിൽ കോരിയിട്ടിടിനാൻ. ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുന്നമ്മയാകൃതം പുണ്യപൂരം പരം. ശ്രീരാമപാദ പത്മാഞ്ചിതം ഭൂതലമാരാലെനിക്കു കാൺമാൻ അവകാശവും വന്നിതല്ലോ മുഹുരിപ്പാദപാംസുക്കൾ അന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും വേദാവും ഈശനും ദേവകദംഭവും വേദങ്ങളും നാരാദിമുനികളും ഇത്തമോർത്തത്ഭുത പ്രേമരസാപ്ലുത ചിത്തനായാനന്ദ ബാഷ്പാകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമ സന്നിധൗ ചെന്നു നിന്നോരു നേരത്തു കാണായിതു. സുന്ദരം രാമചന്ദ്രം പരമാനന്ദമന്ദിരാമിന്ദ്രാദിവൃന്ദാരക വൃന്ദവന്ദിതമിന്ദിരാമന്ദിരോരസ്ഥല മിന്ദ്രാവരജമിന്ദീവരലോചനം ദുർവാദള നിവശ്വാമളം കോമളം പൂർവജം നീലനളിനദളേക്ഷണം. രാമം ജടാമുകുടം വൽക്കലാംബരം സോമബിംബാവ പ്രസന്ന വക്ത്രാംബുജം ഉദ്യത്തരുണാരുണയുധ ശോഭിതം വിദ്യുത്സമാംഗിയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോതമാനമാത്മാനമവ്യാകുലം വക്ഷശ്രീ ശ്രീവത്സലക്ഷണമവ്യയം ലക്ഷ്മീനിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണസേവിത പാദപങ്കേരുഹം ലക്ഷണലക്ഷ്യസ്വരൂപം പുരാതനം. ദക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോവിനാശം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണപ്രവരപല്യംഗകം കുക്ഷിസ്ഥിതാനേക പത്മജാണ്ഡംബരം കാരുണ്യപൂർണം ദശരഥനന്ദനമാരണ്യവാസരസികം മനോഹരം. ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ. രാമനവനെയും ശത്രുഘ്നെയുമാമോദാലെടുത്തു നിവർത്തി സസംഭ്രമം. ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോനം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീമനി ചേർത്തു പുനരവിവത്സങ്ങളും അണച്ചാനന്ദപൂർവകം സത്സംഗമേറെയുള്ളൂരു സൗമിത്രിയും തത്സമയേ ഭരതാംഗ്രികൾ കൂപ്പിനാൻ. ശത്രുഘ്നനും അതിഭക്തി കലർന്നു സൗമിത്രിതൻ പാദാംബുജങ്ങൾ കൂപ്പിയിടിനാൻ. ഉഗ്രദിശാർത്ഥമാരായ പശുകുലമഗ്രേ ജലാശയം കണ്ട പോലെ ദദാ
വേഗേന സന്നിധോ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോധൃതം. രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനം. എത്രയുമാർത്തി കൈകൊണ്ടു കൗസല്യയും പുത്രനു ബാഷ്പാധാരാഭിഷേകം ചെയ്തു. ഗാഠമാശ്ലിഷ്യ ശിരസി മുകുർന്നുടന്നൂഢമോദം മുലയും ചുരന്നൂതതാ. അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാൻ ആദരാൽ. ലക്ഷ്മണൻ താനും ഔവണ്ണം വണങ്ങിനാൻ. ലക്ഷ്മി സമയായ ജാനകി ദേവിയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാർ കണ്ണുനീർ. തത്ര സമാഗതം ദൃഷ്ടാ ഗുരുവരം ഭക്ത്യാ വസിഷ്ഠം സാഷ്ടാംഗമമ്മാറുടൻ നത്വാരകൂത്തമനാശു ചൊല്ലിടിനാൻ. എത്രയും ഭാഗ്യവാൻ ജ്ഞാനംന്നു നിർണയം. താതനു സൗഖ്യമല്ലി നിജമാനസേ, ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ. എന്തോന്നു ചെന്നു തന്നോടു ചൊല്ലിടുവാൻ എന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും. രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും. ധീമതാം ശ്രേഷ്ഠ താതോദന്തമാശു കേൾ, നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു. രാമ രാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു. ദേവലോകം ചെന്നു പുക്കാനറിക നീ, ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി. കർണശൂലാഭം ഗുരുവചനം സമാ കർണരഘൂവരൻ വീണിതു ഭൂമിയിൽ. തക്ഷണമുച്ചേർ വിലപിച്ചതേറ്റവും ലക്ഷ്മണനോടു ജനനീ ജനങ്ങളും. ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളും ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. ഹാതാമാം പരിത്യജ്യ വിധിവശാലേ ദുരുദിക്കിനു പോയിതയ്യോ ഭവാൻ. ഹാഹാഹദോഹമനാഥോസ്മി മാമിനി സ്നേഹേന ലാളിപ്പതാരനുവാസരം. ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ, മോഹമെനിക്കില്ല ജീവിക്കയിൽ. സീതയും സൗമിത്രിതാനും ഔവണ്ണമേ രോദനം ചെയ്തു വീണീടിനാർ ഭൂതലേ. തദ്ദശായാം വസിഷ്ഠോക്തികൾ കേട്ടവരുൾത്താപമൊട്ടു ചുരുക്കി മരുവിനാർ. മന്ദാകിനിയിലിറങ്ങി കുളിച്ചവർ മന്ദേതരമുദകക്രിയയും ചെയ്താർ. പിണ്ഡം മധുസഹിതേങ്കുതി സൽഫല പിണ്യാക നിർമ്മിതാന്നം കൊണ്ടു വച്ചിതു. യാതൊരെന്നും താൻ ഭുജിക്കുന്നതും അതു സാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതി. ഖേദേന പിണ്ഡദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തത. സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം. അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചിടിനാൻ ആദിത്യദേവനും. മന്ദാകിനിയിൽ കുളിച്ചൂത്തു സന്ധ്യയും വന്നിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാർ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭരതരാഘവ സംവാദം. അന്തേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ, മാമകവാക്യം ചെവിതന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനീ വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക. രാജ്യം തവ പൈത്യം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാം അതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ. പുത്രരെയും ജനിപ്പിച്ച് രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം അദ്ഭുത വിക്രമാ. നാഥ പ്രസീതാമേ. മാതാവു തന്നുട ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതു ദയാനിധേ. ഭ്രാതാവു തന്നുട പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിത്തമരുൾ ചെയ്തു. ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിത് പണ്ഡിതനായ ഭരതകുമാരനും.
ഉത്ഥാപ്യ രാഘവൻ ഉത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാരാനി യത്വയോക്തം മയാ തത്തദൈവ ശ്രുതം. താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്കന്നു ചൊല്ലിനാൻ. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം. ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും ഇത്താത നിയോഗം അനുഷ്ഠിക്കുകയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ച് നീതിഹീനം വസിക്കുന്നത് ഭൂതലെ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിയിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ. സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ട് രാജസമാനസൻ. ചൊന്ന വാക്യം ഗ്രാഹ്യമില്ല മഹാമതേ. മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ. എന്ന ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല, കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ. താതൻ അസത്യ ഭയം കൊണ്ട് ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂട്ടിയിടും അസത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വൻ വനെ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞത് കേട്ടത് സാദരൻ രാഘവൻ താനും അരുൾ ചെയ്തു. രാജ്യം നിനക്കും എനിക്ക് വിഭിന്നവും പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ. വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരുമെന്ന് നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായ സുമിത്രാത്മജനെ പോലെ ഒരുവൻ കാനനത്തിൽ നിന്നരുതെങ്കിൽ ചേരുവൻ ചെന്ന് സുരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യേവമാത്മനി നിശ്ചയിച്ചൊന്തികെ. ഗർഭ വിരിച്ച് കിഴക്ക് തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പുക്കു ഭരതനും. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്ത സഞ്ജയ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും. ചെന്ന് കൈകേയി സുതനോട് ചൊല്ലിനാൻ. മൂഢനായി ഇടല കേൾക്ക നീയെങ്കിലോ മൂഢമായൊരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നത് നാരായണൻ പരൻ താമരസോത്ഭവൻ അർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിത്. രാവണനെ കൊന്ന് ധർമ്മത്തെ രക്ഷിച്ച് ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി. ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിയ വഴി പോലെ. രാവണനെ കൊൽവതിന് വനത്തിന് ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ദരാവാക്യവും കൈകേകി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിയ നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കിലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപൂരുഷാനാജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ. മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി പുക്കു വസിക്ക നീ. വന്നിടും അഗ്രജൻ താനും അനുജനും ദേവിയും ഈ 7 സംവത്സരാവധവും. രാവണൻ തന്നെ വധിച്ചു സപുത്രകം. ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ട് ഭക്ത്യാരഹൂത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹർ നമസ്കൃത്വാ സസോദരം. പാതുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ. പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ യാവത്തവാഗമനം ദേവദേവാമേ. താവദേവാനാരദം ഭജിച്ചിടുവാൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘൂത്തമൻ കൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതന് നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. ഉത്തമരത്ന വിഭൂഷിത പാതുക ഉത്തമാകെ ചേർത്തു രാമനരേന്ദ്രനെ
ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുദ്ധായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗതം. മന്നപ്തപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്ന് വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസം ഉഷസി ജ്വലിപ്പിച്ച് വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോടു ചൊല്ലിനാൻ. അങ്ങനെ തന്നെ ഒരന്തരമില്ലതിന് അങ്ങ് ഞാൻ എന്ന് തന്നെ വരും നിർണയം എന്നരുൾ ചെയ്ത് വിടയും കൊടുത്തത്. ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ച് മന്ദേതരം പുറപ്പെട്ടു ഭരതനും. മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ട് ആരൂഢമോദേന കൊണ്ടുപോയിടിനാർ. ശൃംഗിപേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരും പടയും നടകൊണ്ടിത്. കൈകേകിദാനം സുതാനുവാദം കൊണ്ട് ശോകമകന്നു നടന്നു മകനുമായി. ഗംഗ കടന്നു ഗുഹാനുവാദേന നാലങ്കപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി പുക്കു. രഘുവരൻ തന്നെയും ചിന്തിച്ചനുദിനം ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും മൃതത്തോടുടൻ ചെന്ന് നന്ദിഗ്രാമമൻപോട് പുക്കിത്. വന്നിതാനന്ദം ജഗത്വാസികൾക്കെല്ലാം പാതുകം വച്ചു സിംഹാസനെ രാഘവ പാദങ്ങളെന്ന് സങ്കൽപ്പിച്ച് സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചുകൊണ്ട് അന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനിജന സേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുത മാനസാനന്ദം കലർന്നു ചില ദിനം ചിത്രകൂടാചലേ വാണോരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്ന് വന്നെത്തും ഇവിടെ ഇരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാര്യണ്യത്തിനായിക്കൊണ്ട് ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര്യ ധരിത്രീ സുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാഗ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ. അത്രി തന്നാശ്രമം പുക്ക് മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനം. രാമോഹമധ്യ ധന്യോസ്മി മഹാമുനേ ശ്രീമത്പദം തവ കാണായ കാരണം. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചു തർക്യപാധ്യാദികൾ കൊണ്ട് തം രാജീവലോചനം ഭ്രാതൃഭാര്യാന്വിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോട് ചൊല്ലഴുമെന്നുടെ പത്നിയുണ്ടത്ര കേൾ. എത്രയും വൃത്ത തപസ്സിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാതബോധന പർണശാലാന്തർഗൃഹേ വസിക്കുന്നിത് ചെന്ന് കണ്ടാലും ജനകനൃപാത്മജേ. എന്നത് കേട്ട് രാമാജ്ഞയാ ജാനകി ചെന്നനസൂയ പാദങ്ങൾ വണങ്ങിനാൽ. വത്സേ വരികരികെ ജനകാത്മജേ സത്സംഗമം ജന്മസാഫല്യമോർക്ക നീ. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്ത് തൽസ്വഭാവം തെളിഞ്ഞു മുനിഭഗ്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുകൂലവും കുണ്ഡലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥം അനസൂയ നൽകിയിടിനാൽ. നന്നു പാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതും ഉത്തമം. കാന്തി നിനക്ക് കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനിയകം പുക്ക് നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ. ഇത്തമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തൃഗ്രേ ഗമിക്കുന്നേച്ചിടിനാൾ. മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത തുഷ്ടി കലർന്നു തപോധനനത്രിയും ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനകം നിൻമഹാമായ ജഗത്രയവാസിനാം സമ്മോഹകാരിണിയായതു നിർണയം. ഇത്തരമത്രി മുനീന്ദ്രവാക്യം കേട്ട് തത്ര രാത്രൗ വസിച്ചു രഘുനാഥനും. ദേവനുമാ ദേവിയോടരുളി ചെയ്ത് ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ.
ഇത്തധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാന്ഡം സമാപ്തം. ഹരി ഓം. നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് നമ്മൾ അയോധ്യാകാന്ഡം നമ്മൾ സമർപ്പിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങൾ പോലെ ബാലകാന്ഡം, അയോധ്യാകാന്ഡം, അപ്പൊ അങ്ങനെ രാമായണത്തിലെ ഓരോ ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ വേണ്ടതാണ്. ഇതൊന്നും ഇല്ലാതെ നേരെ പോയി രാവണനെ വധിക്കാൻ സാധിക്കില്ല. ഈ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളെയും തരണം ചെയ്ത് അല്ലെങ്കിൽ അതിൽ കൂടിയൊക്കെ സഞ്ചരിച്ച് വേണം എത്താനായിട്ട്. അപ്പോ നമ്മൾക്ക് ഉള്ള പാഠമാണ്. എല്ലാം അനുഭവിച്ചിട്ട് ബാല്യം, കൗമാരം, യൗവനം ഒക്കെ എല്ലാ വിധത്തിലും ഓരോ അവസ്ഥകളെ തരണം ചെയ്ത് അപ്പോ ഒരു ദിവസം ജീവിച്ച പോലെ അതിനേക്കാൾ ഭംഗിയായിട്ട് അടുത്ത ദിവസം ജീവിക്കാനുള്ള ഒരു ബുദ്ധി നമുക്ക് ഉണ്ടാവണേന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ അതാണല്ലോ, രാമൻ വനത്തിലാണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അമ്മ പറഞ്ഞ പോലെ തന്നെ അടവിയെ അയോധ്യയായി കാണണമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞയച്ചത്. അതുപോലെ തന്നെയാണ് രാമൻ ജീവിക്കുന്നത്. പക്ഷെ ഭരതന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ഭരതന് ശരിക്ക് അമ്മയോട് ദേഷ്യം, ഒരു കുറ്റബോധമാണ്. എനിക്ക് എന്തിനാണ് രാജ്യം? ഞാനല്ലല്ലോ രാജ്യത്തിന് അവകാശിയായിട്ടുള്ള ആള്. ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കുമ്പോൾ ക്ഷത്രിയ വംശജരില് അല്ലെങ്കിൽ എല്ലായിടത്തായാലും ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കുമ്പോ അനിയനല്ല രാജ്യം ഭരിക്കേണ്ടത്. ഏത് വിധത്തിലും രാമനാണ് അതിന് അധികാരി. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അവിടെ അമ്മയെ ചീത്ത പറയുന്നതും അവിടെ നിന്ന് എല്ലാവരും കൂടി പുറപ്പെടുന്നതും ഒക്കെ. അപ്പൊ പടയായിട്ടാണ് പോണത് രാമനെ കാണാനായിട്ട്. അപ്പൊ രാമനെ കാണാനുള്ള സന്തോഷം കൊണ്ട്, അതാണ് രാഘവ ആലോകന ആനന്ദ വിവശരാം എന്ന് പറഞ്ഞത്. ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. അപ്പൊ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടൊന്നും അറിയുന്നില്ല. കാരണം രാമനെ കാണാനല്ലേ പോകുന്നത്, ആ സന്തോഷത്തിലാണ്. അപ്പോ അവരൊക്കെ ചെന്ന് അവിടെ ശൃംഗിവേരാഖ്യ അവിടെ എത്തുകയാണ്. അവിടെ ചെന്നിട്ട് എന്താണ്, ഗുഹനൊരു സംശയം, ഇത് സത്യം തന്നെയാണോ, ഇത് അവരെ ബുദ്ധിമുട്ടിക്കാൻ അല്ലെങ്കിൽ യുദ്ധത്തിന് വരുന്നതാണോ? കാരണം ഇത്രയും പടയൊക്കെ ആയിട്ടല്ലേ വരുന്നത്. പിന്നീട് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോ ശരിയായി. അപ്പൊ പലപ്പോഴും അങ്ങനെയാണ്, നമുക്ക് പല സംശയങ്ങൾ വരും. ആവശ്യമില്ലാത്ത സംശയങ്ങൾ ഉണ്ടാവും നമുക്ക്. ഇത് ചെയ്താൽ ഇങ്ങനെയാവോ, ഇത് ചെയ്താൽ അങ്ങനെയാവോ. അപ്പൊ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ പിന്നെ പ്രശ്നമില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഇത് ഇപ്പൊ എല്ലാ സംശയമാണ്. ഒരു ഫോൺ കോള് തന്നെ, ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു കോള് വരുമ്പോ തന്നെ നമുക്ക് സംശയമാണ്. ഇതാണ് കാരണം. നമ്മളെപ്പോഴും ഭീതിയാണ് നമുക്ക്. എന്താ ഉണ്ടാവുക, അടുത്ത നിമിഷം എന്തുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ പിന്നീട് അതിന്റെ സത്യാവസ്ഥ അറിയുമ്പോ നമുക്ക് തന്നെ സംശയം തോന്നും. നമ്മൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംശയം, ഇങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് തോന്നും. അങ്ങനെ അവരെ അവിടെ കൊണ്ടുചെന്ന് വളരെ സന്തോഷാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ പിന്നെന്താണ്, പിന്നെ രാമനോട് പറയാണ്, ഞാനൊരു പാപിയായി പോയി, എന്റെ അമ്മയാണ് ഇതിനൊക്കെ കാരണം എന്നൊക്കെ പറഞ്ഞ് കുറേ സംഗതികൾ പറയുന്നുണ്ട്. പക്ഷെ അവിടെ എത്ര പറഞ്ഞിട്ടും ഭരതൻ അങ്ങോട്ട് കൺവിൻസ്ഡ് ആവണില്ല. ആ ഭരദ്വാജ ആശ്രമത്തില് ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെയും ഭരതൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പറയുന്നുണ്ട്, ലക്ഷ്മണനേക്കാൾ നിനക്ക് ഭക്തി കൂടും, അപ്പൊ നിനക്ക് ഒന്നും സംഭവിക്കില്ല, നീ അത് തന്നെ ചെയ്തോളൂ, നിനക്ക് എന്താണ് ചെയ്യേണ്ടത് അത് നീ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ടൊന്നും അവിടെ എന്താ പറയാ, വിശ്വാസം വരണില്ല, അല്ലെങ്കിൽ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. പിന്നെ അവിടെ അവരെ സൽക്കരിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ വളരെ ഭംഗിയായിട്ടാണ് സൽക്കാരമൊക്കെ നടത്തുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് എവിടെയാണ് രാമൻ വസിക്കുന്നത് എന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞ് ചിത്രകൂടാചലത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്താണ്, അവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഉത്തമ പുരുഷൻ വാഴുന്ന ആ മഹാശ്രമം, അത് ചിത്രകൂടാദ്രിയുടെ പാർശ്വത്തില്. അപ്പൊ എന്താ, നല്ല മനുഷ്യര് എവിടെ താമസിച്ചാൽ അവിടെ സ്വർഗമാവാണ്. അതേ സ്ഥാനത്ത് ദുഷ്ടന്മാരായവര് സ്വർഗത്തിൽ ചെന്നാൽ അവിടെയും നരകായി തീരും. അത് നമുക്കറിയാം അല്ലേ? ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാല്
അത് നമ്മുടെ ജീവിതം തന്നെ പ്രശ്നത്തിലാവും. അങ്ങനെയുണ്ട്. അപ്പൊ ഇവിടെ നല്ല നല്ല മനസ്സുള്ള, അല്ലെങ്കിൽ ശ്രീരാമൻ സ്വാമിയാണ് അവിടെ സീതാസമേതനായിട്ട് ലക്ഷ്മണനോടുകൂടെ താമസിക്കുന്നത്. അതുകൊണ്ട് അവിടെ സ്വർഗ സമാനമായിട്ടുള്ളതാണ്. അതാണ് അവിടെ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. പുഷ്കരാക്ഷന്റെ ആശ്രമം അത് കണ്ടു കഴിഞ്ഞ് അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെയൊക്കെ കാൽപാദങ്ങളെ കണ്ടു മണ്ണില്. അപ്പൊ അതൊക്കെ രേണു തൻ മൗലിയിൽ കോരിയിട്ടിടിനാൻ എന്നാണ്. അപ്പൊ രാമനോടുള്ള ഭക്തിയാണ്. രാമൻ നടന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ നമസ്കരിക്കുകയാണ്. അപ്പൊ നമ്മൾ അക്രൂരര് അവിടെ വൃന്ദാവനത്തിൽ പോയിപ്പോ ശ്രീകൃഷ്ണന്റെ അത് കണ്ടിട്ട് മണ്ണൊക്കെ കോരിയിട്ടു എന്നൊക്കെ പറയില്ലേ. അപ്പൊ നമുക്കും അവിടെയൊക്കെ വൃന്ദാവനത്തിലൊക്കെ ചെന്നാൽ ചിലപ്പോൾ തോന്നും ആ മണ്ണൊക്കെ ഒന്ന് കോരി ഇടണം എന്ന്. കാരണം ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കും, ഇത് ഇവിടെ ശ്രീരാമൻ നടന്ന സ്ഥലമാണല്ലോ എന്നാണ് ഇപ്പൊ ഇവിടെ ഇവർക്ക് തോന്നിയത്. അപ്പൊ അതുപോലെ അങ്ങനെ അവരെല്ലാവരും സന്തുഷ്ടരായി. ഇനിയിപ്പോ കാണാൻ പോവാണല്ലോ ശ്രീരാമനെ. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ ചെന്ന് നല്ലപോലെ സംസാരിക്കുന്നുണ്ട്. ഇനി ജ്യേഷ്ഠനാണ് രാജ്യം ഭരിക്കേണ്ടത്. അതല്ല, തീരെ നിവൃത്തിയില്ലെങ്കിൽ ഞാനും ഇവിടെ ലക്ഷ്മണന്റെ കൂടെ ഇവിടെ താമസിക്കാൻ പോവാണ് എന്നാണ്. എനിക്ക് രാജ്യമൊന്നും വേണ്ട. കുറെ സമയം അപ്പൊ ലക്ഷ്മണൻ ഒന്ന് ചെറുതായിട്ട് ഉപദേശിക്കാൻ നോക്കുന്നുണ്ട്. കാരണം ലക്ഷ്മണന് നല്ലൊരു ലക്ഷണമൊത്ത ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടല്ലോ. ലക്ഷ്മണോപദേശം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ലക്ഷ്മണന് കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. അപ്പൊ ലക്ഷ്മണൻ കുറച്ചൊന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ ഇങ്ങനെ എക്സൈറ്റഡ് ആവണ്ട, ഇത് ഇങ്ങനെയൊക്കെയാണ് സംഗതികള് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഒട്ടും സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോ വസിഷ്ഠരോട് പറഞ്ഞു, രാമൻ നേത്രാജ്ഞ സംജ്ഞയാന്നാ പറഞ്ഞത്. കണ്ണുകൊണ്ട് അത് ചെയ്തു. എന്താണ്? കണ്ണുകൊണ്ട് കാണിച്ചു, ഇതൊന്ന് പറഞ്ഞു കൊടുക്കൂ. കാരണം എത്ര പറഞ്ഞിട്ടും അങ്ങോട്ട് മനസ്സിലാവണില്ല ഭരതന്. പറഞ്ഞു കൊടുത്തു. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു, ഇത് നിന്റെ അമ്മയുടെ ദോഷോ മന്ദരയുടെ ദോഷോ അല്ലെങ്കിൽ ദശരഥ മഹാരാജാവിന്റെ ദോഷോ ഒന്നുമല്ല. ഇത് ഇത് ദേവകൃതമാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മുൻകൂട്ടി വെച്ചിട്ടുള്ള സംഗതികളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ രാമൻ ആദ്യം പറയുന്നുണ്ട്, പിതൃവാക്യത്തെ ലംഘിച്ച് ജീവിക്കുന്നവൻ ശരിയല്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ജീവൻ മൃതനവൻ, പിന്നെ നരകത്തിൽ മേവും മരിച്ചാലും എന്നൊക്കെ പറയുന്നുണ്ട്. മരിച്ചാൽ നരകത്തിൽ പോവും, കാരണം അച്ഛൻ പറഞ്ഞത് അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ സംഗതികൾ പറഞ്ഞു കൊടുത്ത് അവസാനം വസിഷ്ഠ മുനിയും പറഞ്ഞു, ഇതാണ് സംഗതി, രാമനാകുന്നത് നാരായണൻ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. പിന്നെ മന്ധരയുടെ വാക്യവും കൈകേയിയുടെ മനസ്സും അതൊക്കെ ദേവകൃതമാണ്, അല്ലാതെ അവര് തന്നെത്താന് ചെയ്തതല്ല. അവരെ കൊണ്ട് ഭഗവാൻ അന്തരാത്മാവായി ഭഗവാൻ ചെയ്യിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി പറഞ്ഞപ്പോ ഭരതനും വിശ്വാസം എന്ന് പറഞ്ഞാൽ മനസ്സിനെ വിശ്വസിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. അതിനുശേഷം ചോദിച്ചത് എന്താണ്? അങ്ങയുടെ പാതുകാം ദേഹി എന്നാ പറഞ്ഞത്. ആ മെതിയടി എനിക്ക് തരൂ ഏട്ടാന്നാ പറഞ്ഞത്. അപ്പൊ അത് രാമന്റെ പാദങ്ങളാണ് എന്ന് ഉള്ള അതൊരു സിംബോളിക് ആയിട്ട് ഞാൻ അത് വെച്ചിട്ട് ഞാൻ രാജ്യം ഭരിച്ചോളാം, അല്ലെങ്കിൽ ആ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കില്ല, അങ്ങയുടെ മെതിയടികളാണ് അവിടെ വെക്കുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പോ ഒരു കഥയായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ശിരസിലണിയുന്ന കിരീടം അതുപോലെ തന്നെ കാലിലണിയുന്ന മെതിയടി, ഇത് രണ്ടിനും മെതിയടി ഇരിക്കുക അത്ര ഇങ്ങനെ അവിടെ ഒരു സ്ഥലത്ത്. മെതിയടി താഴെയല്ലേ വെക്കുക. പക്ഷെ കിരീടം എവിടെയാ? അതെപ്പോഴും അതിന്റെ ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടാവും വെക്കാനായിട്ട്. അപ്പൊ കിരീടത്തിന് കുറച്ചൊരു അഹങ്കാരം ഉണ്ടായിരുന്നു അത്രേ. ഈ മെതിയടിക്ക് എപ്പോഴും താഴത്തല്ലേ സ്ഥാനമുള്ളൂ, ഞാൻ നോക്കൂ എവിടെയാ ഇരിക്കുന്നതെന്ന്. അപ്പൊ അന്നേ വിചാരിച്ചിട്ടുണ്ടാവും ഈ മെതിയടിക്ക് ഒരു സ്ഥാനം കൊടുക്കണം എന്ന്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോ മെതിയടി സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. ഇതാണ് സംഗതി. നമ്മൾ ആരെയും താഴ്ത്തി കാണാനൊന്നും സാധിക്കില്ല. എപ്പോഴാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ അവരൊക്കെ ഉയർന്ന് എല്ലാ വിധത്തിലും നമ്മളെക്കാളൊക്കെ ഉയർന്നു പോകുന്നത് എന്നൊന്നും മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കും കുറച്ച് രാമായണമൊക്കെ വായിക്കാൻ പഠിച്ചാൽ നമ്മളൊക്കെ എന്തോ സംഭവമായി, എന്നൊന്നുമില്ല. അപ്പോ ഇതുപോലെ ഇവിടെ മെതിയടിയും അതുപോലെ തന്നെ ഈ കിരീടവും അതിനെപ്പറ്റി ആലോചിച്ചാൽ മതി. അങ്ങനെ അവിടെ എല്ലാ വിധത്തിലും ഒരു നിറഞ്ഞ മനസ്സോടെ എന്ന് പറയാൻ പറ്റില്ല, ഏത് വിധത്തിലായാലും അങ്ങോട്ട് പോവാണ്.
പിന്നീട് ശ്രീരാമൻ സ്വാമി വിചാരിക്കുകയാണ്, ഇനിയിപ്പോ ഇവിടെ നിന്നാല് ഇനിയും ഇതുപോലെ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാവും, ഇനിയും ആളുകൾ കാണാൻ വരും. അപ്പോ നമ്മുടെ ഈ യാത്രയുടെ ഉദ്ദേശം ശരിയാക്കി നടക്കില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് മാറുകയാണ്. അവിടെ നിന്ന് കുറച്ചുകൂടി ദൂരസ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ ആ പോകുന്ന വഴിക്ക് അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അത്രി മഹർഷിയുടെ പത്നിയായിട്ടുള്ള അനസൂയാദേവി സീതാദേവിക്ക് ദുപൂലം പട്ടുവസ്ത്രങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ കുണ്ടലം, മങ്കരാഗം എല്ലാം കൊടുക്കുന്നുണ്ട്. കാരണം ഭർത്താവിന്റെ കൂടെയാണ് ജീവിക്കുന്നത്. അപ്പൊ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ എല്ലാ അലങ്കാരങ്ങളോടും കൂടി വേണം ജീവിക്കാൻ എന്നൊക്കെയാണ് അവര് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അവരവിടെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അപ്പോ ദേ ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇനിയും പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പാരായണം ഇവിടെ സമർപ്പിക്കാം. ശ്രീരാമസ്വാമിയുടെയും എല്ലാവരുടെയും പിന്നെ ഇതുപോലെയുള്ള സഹോദരന്മാരൊക്കെ ഭൂമിയിൽ ഉണ്ടാവട്ടെ. കാരണം ആ സഹോദര സ്നേഹം എത്ര ദൃഢമായിട്ടാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അപ്പൊ ഇപ്പൊ 1 ഇഞ്ച് ഭൂമിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വഴക്ക് കൂടുന്ന ജ്യേഷ്ഠാനുജന്മാരെയാണ് നമ്മൾ സാധാരണ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ അബദ്ധങ്ങളാണ് ഈ ഭൂമിയിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ജ്യേഷ്ഠാനുജന്മാരുടെ കഥകള് വായിക്കുകയും പറയുകയും ചെയ്യുന്നത് കൊണ്ട് കുറച്ചെങ്കിലും ആളുകളുടെ ജീവിതത്തിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അയോധ്യാകാന്ഡം പാരായണം നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഭക്തി ആദരപൂർവം സമർപ്പിക്കാം. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഹരി ഓം.